10ാം ക്ലാസ്സിലെ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആജ് അധ്യാപക ദിൻ ഹൈ അല്ലേ, ഇന്ന് അധ്യാപക ദിവസം കൂടിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ഡൊട്ടാ ഫഗിയ, അതിൻ്റെ പകുതി നമ്മൾ പഠിച്ചു വെച്ചു അല്ലേ. ഇവിടെ പഠിച്ചു വെച്ച് നോക്കിയോ, അപ്പനെ പക്ഷക്കോ അസത്യ ജാൻദേയോ ഫി ബഡേ ബഡേ മഹാരഥി അഖേലി നികത്തി ആവാസ് കോ അപ്പന ബ്രഹ്മാസ്ത്രം സേ കുചൽ ദേന ചാഹേ അല്ലേ. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വെച്ചത്. ഇനി ബാക്കി നമുക്ക് നോക്കിക്കൊള്ളാം. തബ് മേം രഥ കാ ടൂട്ടാ ഹുവാ പഗിയ ഉസ്കെ ഹാത്തോ മേ ബ്രഹ്മാസ്ത്രം സേ ലോക ലേ സക്താ ഹൂം. मैं रथ का टूटा हुआ पगया हूँ लेकिन मुझे फेंको मत ले. तब मैं रथ का टूटा हुआ पगया हूँ ले. मैं रथ का टूटा हुआ पगया हूँ उसके हाथों में അല്ലേ, അവൻ്റെ കൈകളിലെ എന്ന് പറഞ്ഞാൽ ഈ രഥം അല്ലേ, തകർത്ത രഥചക്രത്തിന് ഉസ്കെ ഹാത്തോമേം അവൻ്റെ കൈകളിലെ ബ്രഹ്മാസ്ത്രം സേ, ബ്രഹ്മാസ്ത്രം കഴിഞ്ഞ പഠിച്ചതാണ് ബ്രഹ്മാസ്ത്രം അല്ലേ, അപാരശക്തിയുള്ള ഒരു ദിവ്യ അസ്ത്രമാണ്, ദിവ്യ ആയുധമാണ് ബ്രഹ്മാസ്ത്രം. അപ്പോൾ അവൻ്റെ കൈകളിലെ ബ്രഹ്മാസ്ത്രങ്ങളോട് ലോകാലേ സക്താഹൂം, ലോകാലേന ധീരമായി എതിർക്കുക, ലോകാലേന അവൻ്റെ കൈകളിലെ ബ്രഹ്മാസ്ത്രങ്ങളോട് ധീരമായി എതിർക്കുവാൻ കഴിയും. മേൻ രഥ ടൂട്ടാ ഹുവ പഗിയാഹു, ഞാൻ രഥത്തിൻ്റെ ചക്രമാണ്. ലേക്കിൻ മുച്ചേ ഫേങ്കോ മത്, എന്നെ അനുപയോഗി സമജ്കർ ദുർമത് ഫേങ്ക് അല്ലേ, എന്നെ ഉപയോഗശൂന്യമാണെന്ന് വിചാരിച്ച് എന്നെ നിങ്ങൾ ദൂരേക്ക് വലിച്ചെറിയരുത്. മനസ്സിലായില്ലേ? മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഹിന്ദി പറയാം. महाभारत युद्ध में निरायुध अभिमन्यु ने कौरवपक्ष के महारथियों से लोहा लेने के लिए अपना टूटा पगिया का आश्रय लिया. മഹാഭാരത യുദ്ധത്തിലെ നിരായുധനായ അഭിമന്യുവിനെ കൗരവപക്ഷത്തിലെ മഹാരഥന്മാരോട് എതിർത്ത് നിൽക്കുന്നതിന് വേണ്ടി അപ്പന ടൂട്ടാ പകിയാക്ക ആശ്രയിലിയ, തൻ്റെ പൊട്ടിയ ചക്രമാണ് അദ്ദേഹത്തിന് ആശ്രയമായി ഉണ്ടായത്. ഉസ്സേ ദേർ തക്ക് നമുക്കറിയാം, ഉസ്നെ ദേർ തക്ക് ശത്രുപക്ഷ കാ ബഹുത് അധിക നാശ് പഹുഞ്ചായ, അദ്ദേഹം വളരെ സമയം വരെ ശത്രുപക്ഷത്തിന് വളരെയധികം നാശമുണ്ടാക്കിയിരുന്നു. ടൂട്ടാ പകിയ നമുക്കറിയാം, ടൂട്ടാ പകിയ ടൂട്ടാ മാനവ മൂല്യം കാ പ്രതീക് ഹേ. टूटा पगिया टूटा मानव मूल्यों का प्रतीक है. മനസ്സിലായല്ലോ. അതായത് അധികാർ വർഗ് जनसाधारण की आवाज से कुचल देते समय टूटे पगिया जैसे टूटे मानव मूल्य हमें बहुत कम आएगा. अधिकार वर्ग जनसाधारण की आवाज से कुचल देते समय डूटे पगिया जैसे डूटे मानव मूल्य हमें बहुत कम आएगा. മനസ്സിലായില്ലേ? അതാണ് ഇതിൻ്റെ ഹിന്ദി മീനിങ്. तब मैं रथ का टूटा हुआ पगिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. मैं रथ का टूटा हुआ पगिया हूँ लेकिन मुझे फेंको मत. മനസ്സിലായല്ലോ. ഇനി ബാക്കി നോക്കിയോ. ഇതിഹാസോं की सामूहिक गति सहसा चूटी पड़ जाने पर क्या जाने, सच्चाई टूटे हुए पगियों का आश्रय ले. ഇതിഹാസോं की, ഇതിഹാസ ചരിത്രം, സാമൂഹിക ഗതി, സാമൂഹിക എന്ന കൂട്ടമായ, ഗതി ഒഴുക്ക്, ചരിത്രത്തിൻ്റെ കൂട്ടായ ഒഴുക്ക്, അതാണ് ഇതിഹാസോങ്കി സാമൂഹിക ഗതി. സഹസ, സഹസെന്ന് പെട്ടെന്ന്, ജൽദി. ചൂട്ടി പട് ജാനേ പർ, ചൂട്ടി എന്ന് പറഞ്ഞാൽ അസത്യം,
ചൂട്ടി പട് ജാനെ പർ അസത്യമായി തീരുമ്പോൾ ക്യാ ജാനെ കോൺ ജാനെ ആർക്കറിയാം സച്ചായി ടൂട്ടേ ഹുയേ പകിയോങ്ക ആശ്രയിലേ ആർക്കറിയാം ഈ സച്ചായി ടൂട്ടേ ഹുയേ എന്ന് പറഞ്ഞാൽ സത്യം തകർത്ത രഥചക്രങ്ങളെ ആശ്രയിക്കുമെന്നു. ആർക്കറിയാം കോൺ ജാനെ ക്യാ ജാനെ സച്ചായി ടൂട്ടേ ഹുയേ പകിയോങ്ക ആശ്രയിലേ അല്ലേ, സത്യം തകർത്ത രഥചക്രങ്ങളെ ആശ്രയിക്കുമെന്ന് ആർക്കറിയാം. മനസ്സിലായില്ലേ? ഇതിഹാസോं की सामूहिक गति सहसा छूटी पड़ जाने पर क्या जाने सच्चाई टूटे हुए पगियों का आश्रय ले. हिंदी में എന്താണ്? मानव संस्कृति के इतिहास की सामूहिक गति जब जल्दी छूटी पड़ जाती है तब सच्चाई को मानव मूल्य रूपी टूटा पगिया का सहारा लेना पड़ता है. മനസ്സിലായല്ലോ? मानव संस्कृति के इतिहास की सामूहिक गति जब जल्दी छूटी पड़ जाती है तब सच्चाई को मानव मूल्य रूपी टूटा पगिया का सहारा लेना पड़ता है. അല്ലേ? അതായത് അല്ലേ, മാനവ ചരിത്രത്തിൻ്റെ കൂട്ടായ ഒഴുക്ക് പെട്ടെന്ന് അസത്യമായി തീരുമ്പോൾ ആർക്കറിയാം ഈ സത്യം തകർത്ത രഥചക്രങ്ങളെ ആശ്രയിക്കേണ്ടി വരുമെന്ന്. തब ആ സമയത്ത് സച്ചായിക്കോ മാനവ മൂല്യ രൂപി ടൂട്ടാ പകിയ കാ സഹാര ലേന പഡ്താ ഹെ. ഈ മാനവ മൂല്യമാകുന്ന ടൂട്ടാ പകിയ അപ്പോൾ സഹായമായി തീർന്നേക്കാം. അതായത് ഹം നിസാർ മാന്യവാലി വസ്തു ഹി എന്താണ് കഫി ഹമേ ഉപയോഗി ബൻ ജായഹി. അതാണ് ഹം നിസാർ മാന്യവാലി ചീസ് യാ വസ്തു ഹി കഫി ഹമേ ഉപയോഗി ബൻ ജായഹി. നമ്മൾ നിസാരമായി കാണുന്ന വസ്തുക്കൾ ചിലപ്പോൾ നമുക്ക് വളരെയധികം ഉപയോഗമായി തീർന്നേക്കാം എന്നാണ് ഈ കവി അവസാനമായിട്ട് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് ഇതിന് നമ്മൾ എന്ത് ചെയ്യരുത്, മുച്ചേ അല്ലേ ലേക്കിൻ മുച്ചേ ഫേങ്കോ മത് മേൻ രഥക്കാ ടൂട്ടാ ഹുവാ പകിയാഹും ലേക്കിൻ മുച്ചേ ഫേങ്കോ മത് അല്ലേ, ഞാൻ രഥത്തിൽ ചക്രമാകുന്നു, എന്നെ ദൂരേക്ക് വലിച്ച് എറിയരുത്. മനസ്സിലായല്ലോ? ഇത് വായിക്കണം. ഇനി ഇതിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നായിരുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ ഇപ്പോൾ തരാം, നോക്കിയിരിക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതിഹാസों की सामूहिक गति सहसा छूटी पड़ जाने पर क्या जाने सच्चाई टूटे हुए पगियों का आश्रय ले. इन पंक्तियों से കവി ക്യാ ബതാന ചാഹത്തെ ഹൈ. ഈ വരികളിൽ കവി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? നോക്കുള്ളൂ. ഏ പന്തിയാം നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ ഏ പന്തിയാം ഹിന്ദി കെ പ്രമുഖ കവി ധർമ്മവീർ ഭാരതി കി ടൂട്ടാ പകിയ കവിത കാ അംശ ഹേ. ഈ വരികൾ ഹിന്ദിയിലെ പ്രമുഖ കവിയായ ധർമ്മവീർ ഭാരതിയുടെ ടൂട്ടാ പകിയ എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മഹാഭാരത യുദ്ധമേ നിരായുധ അഭിമന്യു കോ രഥക്കാ ടൂട്ടാ പകിയ ബഹുത്ത് ഉപയോഗി ബന. മഹാഭാരത യുദ്ധത്തിൽ നിരായുധനായ അഭിമന്യുവിന് രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാണ് വളരെയധികം ഉപയോഗം ചെയ്തത്. ഇസ്കെ സഹാരെ ഇതിൻ്റെ സഹായത്താൽ ഉസ്നെ ശത്രുവോ ബഹുത്ത് നാശ് പകുഞ്ചായ. അദ്ദേഹം ശത്രുക്കൾക്ക് വളരെയധികം നാശം ഉണ്ടാക്കി. മാനവ സംസ്കൃതിക്ക് ഇതിഹാസ് കി സാമൂഹിക ഗതി അല്ലേ, അതായത് ചരിത്രത്തിൻ്റെ കൂട്ടായ ഒഴുക്ക് പെട്ടെന്ന് അല്ലേ, ഇതിഹാസ് കി സാമൂഹിക ഗതി ഏകായക് ജൽദി പെട്ടെന്ന് ചൂട്ടി പട് ജാത്തി ഹെ അസത്യമായി തീരുമ്പോൾ സച്ചായിക്കോ ഷായദ് മാനവ മൂല്യ രൂപ് ടൂട്ടാ പുയ്യ കാ സഹാര ലേന പഡ്തേ ഹൈ. ആ സമയത്ത് എന്തായിരുന്നു, സത്യത്തിന് തകർത്ത രഥചക്രങ്ങളെ ആശ്രയിക്കേണ്ടി വരുമെന്ന്. അതുകൊണ്ട് മാനവ മൂല്യ രൂപി ടൂട്ടാ പകിയ കാ സഹാര ലേന പഡ്തേ ഹൈ. ഹം തുച്ഛ് മാനने वाली चीज़ ही काफ़ी हमें उपयोगी बन जाएगी. നമ്മൾ തുച്ഛ് മാന്യ വാലി ചീസ് തുച്ഛമാണെന്ന് കരുതുന്ന വസ്തുക്കൾ
കഭി ചിലപ്പോൾ ഹമേം ഉപയോഗി ബൻ ജായേഗി, നമുക്ക് ഉപയോഗമായി തീർന്നേക്കാം. ഇൻ പന്തിയോം സെ കവി ഏ ബാത്തേം ബതാന ചാഹത്തെ ഹൈ. ഈ വരികളിൽ കവി ഇതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് അല്ലേ, നോക്കിയോ. 4ാമത്തെ ക്വസ്റ്റ്യൻസ്. ടൂട്ടാ പകിയ കവിത പർ ടിപ്പണി ലിഖേ. 4 മാർക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. നോക്കിയുള്ളൂ. ആധുനിക ഹിന്ദി സാഹിത്യ പ്രമുഖ കവി ശ്രീ ധർമ്മവീർ ഭാരതി की एक छोटी कविता है टूटा पगिया. ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ കവിയായ ധർമ്മവീർ ഭാരതിയുടെ ഒരു ചെറിയ കവിതയാണ് ടൂട്ടാ പകിയ. ഇസ്മേ കവിനെ അർജുൻ പുത്ര അഭിമന്യു കി കഥാ കെ മാധ്യം സെ, ഇതിൽ കവി അർജുന പുത്രനായ അഭിമന്യുവിൻ്റെ കഥയെ ആസ്പദമാക്കി സാമാജിക സ്ഥിതി പർ പ്രകാശ് ഡാല ഹെ, ഇന്നത്തെ സാമൂഹിക സ്ഥിതിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. രഥ ടൂട്ടാ പകിയ കഹത്താ ഹെ, രഥത്തിൻ്റെ പൊട്ടിച്ചക്രം പറയുകയാണ്. കി മെയിൻ രഥ ടൂട്ടാ പകിയാഹു, ഞാൻ രഥത്തിൻ്റെ പൊട്ടിച്ചക്രമാണ്. ലേക്കിൻ മുझे അനുപയോഗി സമജ്കർ നഹി ഫേങ്ക് ദേനാ ചാഹിയെ, എന്നെ ഉപയോഗശൂന്യമാണെന്ന് വിചാരിച്ച് ദൂരേക്ക് വലിച്ചെറിയരുത്. ജീവൻ കി വിഷമതായേ രൂപി ചക്രവ്യൂഹമേ, ജീവിതത്തിൻ്റെ വിഷമതാ രൂപമാകുന്ന ചക്രരൂപത്തിൽ അക്ഷൗഗണി സേനാവോങ്കോ, അക്ഷൗഗണി സേനകളുടെ ചുനൗത്തി ദേത്ത, വെല്ലുവിളി നേരിട്ടുകൊണ്ട് കോയി മനുഷ്യ അഭിമന്യുക്കെ സമാൻ, അല്ലേ, അഭിമന്യു സമാനമായ ഏതെങ്കിലും മനുഷ്യർ ആ ജായെന്തോ വരും. മേൻ ടൂട്ടാ ഹുവാ പകിയ ഉസ്കാ സഹാര ഹോ ജാവൂ. ആ സമയത്ത് ടൂട്ടാ പകിയ എന്ന ടൂട്ടാ പകിയ അവർക്ക് സഹായമായി ലഭിക്കും. മഹാഭാരത യുദ്ധമേ अर्जुन पुत्र वीर अभिमन्यु कौरवों से രജിത് ചക്രവ്യൂഹമേയും ഫംസ് ഗയ. മഹാഭാരത യുദ്ധത്തിൽ അർജുനപുത്രനായ വീർ അഭിമന്യു കൗരവപക്ഷക്കാർ രചിച്ച ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടുപോയി. ലട്ടെ ലട്ടെ വഹ് നിരായുധ ഹോ ഗയ. ഉസ് സമയ ഉസ്നെ ടൂട്ടെ രഥ ചക്ര കാ സഹാര ലിയാത്ത. ആ സമയത്ത് അദ്ദേഹത്തിന് ഈ പൊട്ടിച്ചക്രമാണ് സഹായമായി ലഭിച്ചത്. നിരായുധ സെ ലഡിന യുദ്ധക്കി ധാർമ്മികതയ്ക്ക് വിരുദ്ധ ഹേ, നിരായുധനായി നിൽക്കുന്ന ഒരു വ്യക്തിയോട് എതിരിടുക എന്ന് പറയുന്നത് അധാർമികമായിട്ടുള്ള കാര്യമാണ്. അപ്പനെ മാർക്കോ അസത്യ ജാൻദേ ഹുയേ ഭി, തൻ്റെ വഴികൾ അസത്യമാണെന്ന് കരുതിയിട്ട് കൂടി മഹാരഥിയോംനെ, മഹാരഥന്മാർ അകേലെ ഒറ്റയ്ക്ക് നിന്ന നിരായുധ അഭിമന്യു പർ, നിരായുധനായ അഭിമന്യുവിനെ അവരെന്ത് ചെയ്തു? അപ്പന ബ്രഹ്മാസ്ത്രം സേ, അവർ അവരുടെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ലോകാലിയ എതിരിട്ടു. യഹാം ശാസക വർഗ് അപ്പനി ഇച്ഛാസെ സബി കാം കർത്തേ ഹൈ. അവസാനം ഇങ്ങനെ എഴുതണം. ഇവിടെ ശാസക വർഗ് തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇസ്കെ വിരുദ്ധ ആവാസ് ഉടാത്തേ, ഇതിന് എതിരായി ശബ്ദമുയർത്തുന്നവരെ സോക്ഷിത് ജൻഘോ, ആ ജനത്തെ വേ കുജൽ ഡാൽത്തേ ഹൈ, അല്ലേ, ആ ജനത്തെ അവരെന്ത് ചെയ്യുന്നു? അടിച്ചമർത്തുന്നു, ചവിട്ടിത്താഴ്ത്തുന്നു. തब സാധാരണ ജനതാക്കോ മാനവ മൂല്യ രൂപി ടൂട്ടാ പ്രിയക്ക സഹര ലേന പട്ടാ ഹെ. ആ സമയത്ത് സാധാരണ ജനതയ്ക്ക് മാനുഷിക മൂല്യമാകുന്ന ഈ പൊട്ടിയ ചക്രം സഹായകമാകുന്നു, അല്ലേ. എന്നിട്ട് എഴുതണം ഏക്ക് പ്രതീകാത്മക കവിത ഹേ, ഇത് പ്രതീകാത്മകമായ കവിതയാണ്. കവിതാക്കി ഭാഷ സരൾ ഹേ, കവിത വളരെ സരളമായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പനെ വിചാരവും വ്യക്തി കർണേമേ കവിക്കോ പൂർണ്ണ സഫലത മില്ലി ഹേ, തൻ്റെ ചിന്തകൾ വ്യക്തമാക്കുന്നതിൽ കവി പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു, അല്ലേ. ഇനി നോക്കിക്കോളൂ. 5ാമത്തത് സഹി മിലാൻ ഖരേ, അല്ലേ, ചേരുമ്പടി ചേർക്കുക, ശരിയായിട്ടുള്ള ചേർക്കുക. അപ്പം 1ാമത്തേത് നമുക്ക് ടൂട്ടാ പകിയ. ടൂട്ടാ പകിയയിൽ അതിന് നേരെ ചേർക്കേണ്ടതാണ് പറ്റുന്നത്. ടൂട്ടാ പകിയ ലഘുമാനവ് എന്ന് വരച്ച് നിങ്ങൾ എഴുതിക്കൊള്ളണം. ഞാൻ അതിൽ ആൻസർ പറഞ്ഞാൽ എഴുതിക്കൊള്ളണം. ടൂട്ടാ പകിയ ലഘുമാനക്, ചക്രവ്യൂഹ് സമസ്യായി, അഭിമന്യു അധർമ്മക്കെ വിരോധി, ബ്രഹ്മാസ്ത്ര മഹാശക്തി. അറിയാമല്ലോ, അത് ആരമായിട്ട് കിട്ടരുത്, എന്തെങ്കിലും ചെയ്യുക. അടുത്ത 6ാമത്തെ നോക്കിയോ. അഭിമന്യു ഓർ ടൂട്ടാ പകിയ കിൻ കിൻ കെ പ്രതീക് ഹേ.
അഭിമന്യുവും ടൂട്ടാപകയും എന്തിൻ്റെ എല്ലാം പ്രതീകങ്ങളാണ്. ആദ്യം നമുക്ക് അഭിമന്യുവിനെ നോക്കാം. അഭിമന്യു ആം ജനത അല്ലേ, സാധാരണ ജനത. സാഹസിയാണ്. शोषण का शिकार ചൂഷണത്തിൻ്റെ ഇര. ചുനൗതിയോं का सामने करने वाले വെല്ലുവിളികളെ നേരിടുന്നവൻ അഭിമന്യു. ടൂട്ടാപകയാണെങ്കിലോ മാനവ മൂല്യ. ശോഷിതോं का आवास അല്ലേ, ശൂഷിതരുടെ ശബ്ദം. ലഘുമാനവ്. ഇനി അസഹായോं का സഹാര അല്ലേ, അസഹായോं का എന്ന് പറഞ്ഞാൽ നിസ്സഹായകരുടെ സഹായം. ഇനി ഏഴാമത്തത് 2 മാർക്ക് 1 മാർക്കിന് ചോദിക്കാം. ടൂട്ടേ പകിയോക്കോ ക്യോം ഫേങ്ക്ന നഗിൻ ചാകിയേ അല്ലേ. ഉത്തരം നമുക്കറിയാം, പൊട്ടിച്ചകർത്ത് എന്തുകൊണ്ടാണ് വലിച്ചെറിയതെന്ന് പറയുന്നത്. ബഡേ ബഡേ ലോഗ് അപ്പനെ അധികാർ കെ ബ്രഹ്മാസ്ത്രം സെ നിരായുധ വ്യക്തിയോങ്കോ കുജൽ ദേന ചാകത്തെ ഹൈ. വലിയ വലിയ ആൾക്കാർ അവരുടെ അധികാരത്തിൻ്റെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് നിരായുധരായിട്ടുള്ള വ്യക്തികളെ അടിച്ചമർത്തുന്നു. ഈ സമയം ടൂട്ടാപകിയ ഹമാര സഹായ ഹോ സക്ത ഹെ. ഈ സമയത്ത് ഈ ടൂട്ടാപകിയ നമ്മുടെ നമുക്ക് സഹായമായി തീർന്നേക്കാം. ഇസ്ലേ ഉസെ നഹി ഫെങ്ക്ന ചാകി. ഇതുകൊണ്ട് അതിനെന്ത് ചെയ്യരുത്, വലിച്ച് എറിയരുത്. എട്ടാമത്തത് ബ്രഹ്മാസ്ത്ര കിസ്ക പ്രതീക് ഹെ അല്ലേ, ശാസക വർക്ക് ദ്വാര ശക്തി, അതാണ് ബ്രഹ്മാസ്ത്ര അല്ലേ പ്രതീക്. അടുത്ത 9 അഭിമന്യുക്കോ ക്യോം ദുസ്സാഹസി കഗയാ ഹെ. അഭിമന്യുവിനെ എന്തുകൊണ്ടാണ് ദുസ്സാഹസി എന്ന് വിളിക്കുന്നത്? ജീവൻ കി വിഷമതായ രൂപി ചക്രവ്യൂഹമേ शोषण की व्यवस्था से चुनौती देने का साहस किया അല്ലേ. ഈ ജീവൻ കി വിഷമദായൻ രൂപി, വളരെയധികം വിഷമം പിടിച്ച ഈ ചക്രവ്യൂഹത്തിൽ ശോഷൻ കി വ്യവസ്ഥാസെ, ഈ ചൂഷകരുടെ ഈ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് അതിസാഹസികമായി മുന്നോട്ട് വന്നു. ഇസിലെ ദുസ്സാഹസി കഗയാ ഹെ. ഇതുകൊണ്ടാണ് ദുസ്സാഹസി എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ. ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം പഠിച്ചോളണം. ബാക്കി അടുത്ത ക്ലാസ്.